നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂമ്പ് തോരനാണ്. അതിനായിട്ട് നമ്മളിപ്പോൾ 2 കൂമ്പ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ പുറന്നോട് 2-3 എണ്ണം കളഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ഇങ്ങനത്തെ സാധനങ്ങൾ എടുക്കണം. ഇനി അപ്പോൾ നമ്മൾ ഈ 2 സാധനങ്ങളെയാണ് ഇതിൽ നിന്ന് എടുത്ത് കളയുന്നത്. എടുത്തു മാറ്റിയതിനു ശേഷം നമ്മൾ നല്ലപോലെ ഇതിനെ കഴുകിയെടുക്കണം. കഴുകിയിട്ട് നമ്മൾ ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ എല്ലാം അരിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാം. ഇതിനെയും നമ്മളിങ്ങനെ കൊത്തി എടുക്കേണ്ടതുണ്ട്. നമ്മളെല്ലാം ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കയ്യിൽ ആദ്യമേ കുറച്ച് എണ്ണ തേച്ചില്ലെങ്കിൽ ഇതുപോലെ കൈ മുഴുവൻ കറയാവും. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് എണ്ണ തേച്ച് പിടിപ്പിക്കുമ്പോഴേക്കും ഇങ്ങനെ നൂലായിട്ട് നാരായിട്ട് ഇളവി വരും. അത് അങ്ങനെ നാരായിട്ട് കയ്യിൽ വരുന്നതിനെല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. ഇപ്പം നമുക്ക് നാര് മാത്രമായിട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അടുപ്പത്ത് വെക്കാം. അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഓക്കെ, നമ്മുടെ അരിഞ്ഞു മാറ്റി വെച്ച നമ്മുടെ കൂമ്പും കൂടി തട്ടി കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് കുറച്ച് സമയം ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കണേ. ഇതിനായിട്ടുള്ള കൂട്ടിനായിട്ട് നമ്മളിപ്പോൾ 1 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. 6 വെളുത്തുള്ളി അല്ലി ചതച്ചും വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ പിച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കൈകൊണ്ട് തന്നെ ഇതിനെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ ഒരു സമയം നമുക്കിനി അടപ്പ് മാറ്റി കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായ അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ കൂട്ട് തട്ടി കൊടുക്കാം. മിക്സ് ചെയ്യേണ്ട, ചുറ്റുമുള്ളതെല്ലാം വെച്ച് അതിനൊന്ന് പൊതിഞ്ഞ് വെക്കുക. ഇനി ഒരു 2 മിനിറ്റ് ഇതിനെ ഇങ്ങനെ തന്നെ വെച്ച് അടപ്പ് വെച്ച് മൂടി വെക്കാം. ഇനി നമുക്ക് അടപ്പ് മാറ്റി കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. 1 കപ്പ് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പിടാണ്ടാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത്. അത് നമുക്കിനി ആവശ്യമായിട്ടുണ്ട്. നമ്മൾ അതിൽ കുറച്ചായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു തോരന് കൂമ്പിന്റെ ടേസ്റ്റ് ആയിരിക്കണം കൂടുതൽ നിൽക്കേണ്ടത്. പയറിന്റെ ടേസ്റ്റ് കൂടാൻ പാടില്ല. അതുകൊണ്ട് അത് നോക്കി മാത്രം നമ്മൾ ഇതിന് തട്ടി കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് സമയം ഇതിനെ ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ഈ ഒരു സമയം ഇനി തുറന്നു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സമയം ഇതിനെ ഇങ്ങനെ തുറന്ന് തന്നെ വെച്ചിരിക്കാം. ഒരു 3 മിനിറ്റ് എങ്കിലും ഇതിങ്ങനെ തുറന്ന് തന്നെ നമുക്ക് വെച്ചിരിക്കാം. അങ്ങനെ ഇരുന്നിട്ട് വെന്തോട്ടെ. ഇതേ ഉള്ളൂ. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ റെഡി.